ശ്രീ BS ഗോപകുമാർ ഇങ്ങനെ വികലമായ ഭാരത ഭൂപടം ചേർത്തതിന് പിന്നിൽ എന്തെന്നാണ് മനസ്സിലാക്കുന്നത്? എന്തായാലും അധ്യാപക പരിഷത്ത് ഇതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ദേശീയ അധ്യാപക പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ. ഈ പ്രതിപാദിച്ച വിഷയം അങ്ങേയറ്റം ഗൗരവമുള്ള ഒന്നാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ തലമുറകളെ വാർത്തെടുക്കുന്ന വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് നൽകിയ ചോദ്യപേപ്പറിലെ ഭാരതത്തിന്റെ ഭൂപടം വികലമായിട്ട് അച്ചടിച്ച് നൽകി എന്നുള്ളത് അങ്ങേയറ്റം ദേശവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നവരെ ആരായാലും, അത് വിദ്യാഭ്യാസ വകുപ്പിലെ ഏത് ഉന്നത നിലവാരത്തിലുള്ള ആളായാലും, അവരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്ത് നിയമ നടപടികൾക്ക് വിധേയമാക്കണമെന്നാണ് പ്രാഥമികമായിട്ട് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. കുട്ടികൾക്ക് നൽകുന്ന ചോദ്യപേപ്പർ അങ്ങേയറ്റം പിഴവ് തീർത്ത് അത് പരിഷ്കരിച്ച് ഏറ്റവും ഉചിതമായ രീതിയിലായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന വ്യവസ്ഥ. ആ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് യാതൊരു പരിശോധനയുമില്ലാതെ അതിന് ഈ പറയുന്ന തരത്തിൽ ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ ചോദ്യപേപ്പർ തയ്യാറാക്കാൻ നിർവഹിക്കപ്പെട്ട ആ ടീമിന് ഒരു മോണിറ്ററിംഗും ഇല്ലാതെ ഈ തരത്തിൽ രാജ്യത്തിന്റെ വികലമായ ഭൂപടം അച്ചടിച്ച് നൽകിയത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ കൈപ്പിഴ സംഭവിച്ചതാണെന്ന് കരുതാൻ വയ്യ. ആ ഭൂപടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ദേശസ്നേഹിയിലും അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ശ്രീ ഗോപകുമാർ, അതായത് ഇതിന് പിന്നിൽ ഒരു ആസൂത്രിത നീക്കമുണ്ട് എന്ന് വ്യക്തം. അത് ജമ്മുകാശ്മീരും ലഡാക്കും മാത്രമല്ലല്ലോ ഭൂപടത്തിൽ നിന്ന് ഒഴിവായിരിക്കുന്നത്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ മാറ്റം പ്രകടമാവുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കാനും അതുപോലെ തന്നെ ചോദ്യപേപ്പറുകളൊക്കെ തയ്യാറാക്കാനും വളരെ അരിച്ചെടുക്കുന്ന അധ്യാപകരാണ്. അതത് മേഖലയിലെ പ്രാവീണ്യരായിട്ടുള്ള അധ്യാപകരാണ് അതത് മേഖലയിൽ വരുന്നത്. സാമൂഹ്യ പാഠത്തിന്റെ ചോദ്യപേപ്പർ തയ്യാറാക്കാനാണെങ്കിൽ സാമൂഹ്യ പാഠം പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള കഴിവുള്ള സമർത്ഥരായിട്ടുള്ള അധ്യാപകരെയാണ് അതിന് വേണ്ടി നിയോഗിക്കുന്നത്. ആ അധ്യാപകർ ഗ്രൂപ്പായിരിക്കും. കേരള പോലെയുള്ള ഒരു ഏജൻസിയാണ് അത് മോണിറ്റർ ചെയ്യുന്നത്. ആ കാര്യത്തിൽ ടീം ഉണ്ടാവും, ടീം ലീഡർ ഉണ്ടാകും. ഈ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം പിഴവുകളില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വിദഗ്ധ സമിതി പരിശോധിച്ചതിന് ശേഷമാണ് അത് പ്രിന്റിങ്ങിന് പോകുന്നത്. ആ ഘട്ടത്തിലൊന്നും ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പിനെ കൈകഴുകാൻ കഴിയില്ല എന്നാണ് എന്റെ പരിചയത്തിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കുക. അധ്യാപകർ, സാമൂഹ്യ പഠനം പഠിപ്പിക്കുന്ന അധ്യാപകർ ഭാരതത്തിന്റെ ഭൂപടം അറിയില്ല എന്ന് കരുതുന്നവരല്ലല്ലോ. അവര് പാഠപുസ്തകങ്ങളിൽ കൂടിയും അല്ലാതെയും അവരുടെ പഠനകാലത്തും തുടർന്നും ഈ കാര്യത്തിൽ അവർ നന്നായിട്ട് പരിചയപ്പെട്ടിട്ടുള്ളതാണ് ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടം. അപ്പൊ രാഷ്ട്രീയ ഭൂപടം തെറ്റായിട്ട് കുട്ടികളിൽ എത്തിയാലുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചും അവർക്കറിയാം. അവർ സംഭവിക്കാൻ പോകുന്ന നിയമ പ്രത്യാഘാതങ്ങളെ കുറിച്ചൊക്കെ ബോധമുള്ളവരാണ് സാമൂഹ്യ പാഠം പഠിപ്പിക്കുന്ന അധ്യാപകർ. അപ്പൊ ആ അധ്യാപകര് ഈ തരത്തിൽ രാജ്യത്തിന്റെ അഖണ്ഡമായ ഭാരതത്തിന്റെ അഖണ്ഡിതമായ ഭാഗം മാത്രം ഭൂപടത്തിൽ ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെന്ത് ന്യായീകരണമാണോ പറയാനുള്ളത്? അത് ആസൂത്രിതമാണെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു.